ഓർത്തഡോക്സ് സഭയുടെ കത്തോലിക്ക ബാബ പറഞ്ഞിരിക്കുകയാണ് ഹിന്ദുക്കൾ ഇന്ത്യയിലേക്ക് കുടിയേറിയവരാണെന്ന്. ഇവിടെ എത്രയോ നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായുള്ള ഹിന്ദുക്കളെ പറ്റിയാണ് ഈ പറച്ചിലെന്നുള്ളതാണ്. അദ്ദേഹത്തോട് പൂർണ്ണമായ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ഓർത്തഡോക്സ് സഭ എന്ന് പറഞ്ഞാൽ വളരെ പ്രാചീനമായൊരു സഭയാണ്. അതിനെ ഒരു ശരിക്കും പറഞ്ഞാൽ പൗരസ്ത്യ സഭ തദ്ദേശീയമായിട്ട് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത സഭകളിലൊന്നാണ്. ഭാരതമായിട്ട് അഗാധ ബന്ധമുള്ള സഭകളിലൊന്നായിട്ടാണ് ഞാൻ അതിനെ കണക്കുകൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ സഭയോടും സഭാധ്യക്ഷനോടുള്ള പൂർണ്ണമായ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുകയാണ് അദ്ദേഹം പറഞ്ഞത് ശരിയല്ല, തെറ്റാണ്. അതായത് അദ്ദേഹം പറഞ്ഞ വാദം ഇങ്ങനെയാണ്: ബ്രാഹ്മണർ എന്ന സമൂഹം പുറമേ നിന്ന് വന്നു, അവർ സൃഷ്ടിച്ചതാണ് ഹിന്ദുമതം എന്നുള്ളൊരു രീതിക്കാണ് അദ്ദേഹത്തിൻ്റെ പരാമർശം വന്നതായിട്ട് ഞാൻ കണ്ടത്. ഞാൻ കണ്ടതാണ് ശരിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെയാണെങ്കിൽ അതിന് കൃത്യമായ മറുപടിയുണ്ട്. ബ്രാഹ്മണർ വന്നു എന്ന് പറയുമ്പോൾ ആര്യൻസ് അല്ലെങ്കിൽ അവരുടെ പൂർവികർ ആയിരുന്ന ആൾക്കാരുടെ ഒരു കുടിയേറ്റം, ജനിതകപരമായിട്ട് ഇത്തരൊരു കുടിയേറ്റം 3800 വർഷം മുമ്പ് യംനായകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം മധ്യപൂർവേഷ്യ വഴി വന്നതും അവരുടെ ജീനുകൾ ഇന്നത്തെ ജനതയിൽ വിലയിച്ച് ചേർന്നിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ ആദർശങ്ങൾ വരാം, അവരുടെ ദൈവങ്ങൾ വരാം, അവരുടെ തത്വശാസ്ത്രങ്ങൾ വരാം, അവരുടെ ഭാഷകൾ വരാം. ഇതിനെയാണ് ഒരു ബ്രാഹ്മണർ ഇന്ത്യയിലേക്ക് വരികയും അങ്ങനെ വന്നാണ് ഹിന്ദുത്വം എന്ന് പലരും വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. പുറമേ നിന്ന് അവർ വന്നിട്ടുണ്ട്, പലരും വന്നിട്ടുണ്ട്. അതായത് ഇന്ത്യയുടെ ജനതകളെ നോക്കുകയാണെങ്കിൽ അടിസ്ഥാനപരമായിട്ട് 5 ഭാഷാഗണങ്ങൾ ഇല്ല 5 ജനിതക ഗ്രൂപ്പുകൾ ഇന്ത്യയിലുണ്ട്. ഒന്ന് ഇൻഡോ ഇറാനിയൻ ഭാഷാഗണങ്ങൾ സംസാരിക്കുന്നവർ. അക്കൂട്ടരിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ഒരു കുറച്ച് പുറമേ നിന്ന് വന്ന ആൾക്കാരുടെ ഒരു ജനിതക മിശ്രണം കാണാനുള്ളത്. പിന്നെ ദ്രാവിഡ ഭാഷാഗണങ്ങൾ സംസാരിക്കുന്ന ആൾക്കാർ, പിന്നെ സിനോ ടിബറ്റൻ ഭാഷാഗണങ്ങൾ സംസാരിക്കുന്നവരാണ് നമ്മുടെ അരുണാചൽ പ്രദേശ്, മിസോറാം, സിക്കിം തുടങ്ങിയുള്ള സ്ഥലങ്ങളിൽ. പിന്നെ ഓസ്ട്രേലിയൻ ഭാഷാഗണങ്ങൾ സംസാരിക്കുന്നവർ, അത് സന്താൾ ആദിവാസി വിഭാഗമൊക്കെ അതിൽ വരും. നമ്മുടെ രാഷ്ട്രപതിയായിട്ടുള്ള ദ്രൗപദി മുർമു ഒക്കെ അതിൽ വരുന്ന ആളാണ്. പിന്നെ ആൻഡമാൻ നിക്കോബാർ ആദിവാസി വിഭാഗങ്ങൾ, ഇങ്ങനെ ടോട്ടലി ഒരു 5ഓളം വിഭാഗങ്ങളുണ്ട്. ഇവരുടെ എല്ലാം തന്നെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇന്ത്യയിലെ അടിസ്ഥാന ഗ്രൂപ്പുകളിൽ നിന്ന് പല മിശ്രണങ്ങൾ വഴി ഡെവലപ്പ് ചെയ്ത പല ഗ്രൂപ്പുകളാണ്. അപ്പോൾ ഈ അടിസ്ഥാന ഗ്രൂപ്പിന് ഇവിടെ തന്നെ സ്വന്തം ആരാധനാ പദ്ധതി ഉണ്ടായിരുന്നു വളരെ വർഷങ്ങൾ മുമ്പ്. അപ്പോൾ അടിസ്ഥാന വിഭാഗം, ഏറ്റവും അടിസ്ഥാന വിഭാഗത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 65,000 വർഷം മുമ്പ്, 70,000 വർഷം മുമ്പ് ആഫ്രിക്കയിൽ നിന്ന് ഹ്യൂമൻസ്, മനുഷ്യർ, ഹോമോസാപ്പിയൻസ് ഇന്ത്യയിലെത്തുകയും അവരുടെ പിൻഗാമികൾ ഇന്ത്യയിൽ നിന്ന് തന്നെ പലയിടത്തും കുടിയേറുകയും ചെയ്തു. ഒരു വിഭാഗം ആൾക്കാർ നേരെ ഓസ്ട്രേലിയൻ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്, വേറൊരു വിഭാഗം ആൾക്കാർ ടിബറ്റ്, ചൈന, അതുകൂടി റഷ്യ, അവിടുന്ന് റഷ്യയുടെ കിഴക്കേ അറ്റം വഴി അമേരിക്കയുടെ അലാസ്കയുടെ ഭാഗത്തേക്ക് കടന്ന് ഇന്നത്തെ തദ്ദേശീയ അമേരിക്കക്കാരായിട്ട് മാറിയിട്ടുണ്ട്. അവരിങ്ങനെ പോയവരാണ്. വേറൊരു വിഭാഗക്കാർ ഇന്ത്യയിൽ നിന്ന് തന്നെ നേരെ പാകിസ്ഥാൻ്റെ പ്രദേശങ്ങളൊക്കെ വഴി വടക്കോട്ട് പോയിട്ട് യൂറോപ്പിൻ്റെ ഭാഗത്തേക്കും പോയിട്ടുണ്ട്. പക്ഷേ ഇതിനെല്ലാം ഏറ്റവും കുറഞ്ഞ 45,000 വർഷത്തിനും പിന്നിലുള്ള ഒരു കഥയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇന്നത്തെ ഭാഷാ ഗ്രൂപ്പുകളായിട്ടോ ജനിതക ഗ്രൂപ്പുകളായിട്ടോ ഒക്കെ മനുഷ്യനെ വേർതിരിക്കാൻ നമുക്ക് പറ്റുന്നതിന് മുമ്പത്തെ ഒരു കാലമാണ്. പിന്നീട് അന്നത്തെ കാലത്ത് ഇതെല്ലാം വേട്ടക്കാരാണ്, ഹണ്ടർ ഗാദറേഴ്സ്. പിന്നീട് വേട്ടക്കാർ ഓരോടത്ത് സെറ്റിലായി. അത് ഈ ലോകത്ത് ഏറ്റവും സുപ്രധാനമായ സെറ്റിൽമെൻറ്റ് ഹ്യൂമൻസ് നടന്നിരിക്കുന്നത് ഇന്ത്യയിലാണ്. കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടു. നമ്മൾ കാണുന്ന സമൂഹ രൂപീകരണം, സമുദായ രൂപീകരണം, മതരൂപീകരണം, രാഷ്ട്രരൂപീകരണം എല്ലാം ഉണ്ടാകുന്നത് കാർഷിക വൃത്തി അനുഷ്ഠിക്കുന്ന ആൾക്കാരിലാണ്. അതുണ്ട്, ഇല്ലെങ്കിൽ അതില്ല. കാരണം വേട്ടക്കാരായിട്ട് നടക്കുന്നവർക്ക് ഹണ്ടർ ഗാദറേഴ്സ്, അവർ വേട്ടയാടുന്നു, കായികനികൾ പെറുക്കി ജീവിക്കുന്നു. ഇതാണ് ഹണ്ടർ ആൻഡ് ഗാദറിങ്, ഈ 2 പ്രക്രിയകളാണ്. ഇങ്ങനെ പോകുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ സ്വകാര്യ സ്വത്തൊന്നൊരു സംഭവമില്ല. അവർക്ക് കുടുംബം, കൃത്യമായി നിയതമായ കുടുംബം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അത് കുറച്ച് ലൂസായിട്ടിരിക്കും. അനന്തരാവകാശം ഇല്ലെങ്കിൽ സ്വകാര്യ സ്വത്തില്ല, സ്വകാര്യ സ്വത്തില്ലെങ്കിൽ സമൂഹ നിർമ്മാണമില്ല. അതുകൊണ്ട് അക്കാലത്തെ പ്രാചീനത്തെ, അത് നമ്മുടെ ഇന്നത്തെ ഇന്ത്യൻ സമൂഹം എന്ന് പറയാൻ പറ്റില്ല. 45,000 വർഷം മുമ്പ് ഉണ്ടായിരുന്നതിനെ പോലും നമുക്കതിനെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ഇന്ത്യയിൽ നിന്നാണ് അവർ പോയെങ്കിലും ഇന്ത്യക്കാരാണ് ലോകം മുഴുവൻ വ്യാപിച്ചതെന്നല്ല അതിൻ്റെ അർത്ഥം. ആഫ്രിക്ക എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ വ്യാപനത്തിൻ്റെ തുടർച്ചയാണ് സംഭവിച്ചത്. എന്നാൽ ഇവിടെ ഏതാണ്ട് 8,000 വർഷം മുമ്പ്, ഒരുപക്ഷെ അതിനും കുറേയും കൂടെ പിന്നിലായിരിക്കാം, കൃത്യമായ സമൂഹ രൂപീകരണം ഇന്ത്യയിൽ സംഭവിച്ചു. ഇന്ത്യയിൽ കൃത്യമായ ചില ജനിതക ഗ്രൂപ്പുകൾ ഉരുത്തിരിഞ്ഞു വന്നു. അതിൽ ചില മിശ്രണങ്ങൾക്കും പങ്കാളിത്തമുണ്ട്. അങ്ങനെ ഇന്ത്യയിൽ വന്ന ആൾക്കാരിൽ കാർഷിക വൃത്തി ഉണ്ടായി, സമൂഹ രൂപീകരണം ഉണ്ടായി, സമുദായ രൂപീകരണം ഉണ്ടായി, മതരൂപീകരണം ഉണ്ടായി. ആ മതത്തിന് അന്ന് പ്രത്യേകം പേരൊന്നും ഉണ്ടാവില്ല. ഈശ്വരാരാധന ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ഈശ്വരാരാധനയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഏറ്റവും വലിയ പ്രത്യേകത ദേവിയുടെ ആരാധനയുണ്ട്, പെൺ ആരാധനയുണ്ട്, പെൺ ദൈവത്തിൻ്റെ ആരാധനയുണ്ട്. അത് ഇന്ത്യയിലുണ്ടായി എന്നുള്ളതാണ്. ലോകത്ത് പലയിടത്തും ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഏറ്റവും സജീവമാണ്. അപ്പം ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരാധിക്കപ്പെട്ടത് ആരായിരിക്കും? ലോകത്തെവിടെ ആദ്യം ആരാധിക്കപ്പെട്ടത്? സൂര്യനാണ്. അതെ.
സൂര്യനെ ആരാധിക്കുന്നതെന്നാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത്. നമ്മളും ആദിദേവം നമസ്തുഭ്യം പ്രസീത മമ ഭാസ്കര എന്ന് പറഞ്ഞാണ് സൂര്യൻ്റെ ഒരു ശ്ലോകം തുടങ്ങുന്നത് തന്നെ. ആദ്യത്തെ ദേവനായിട്ടാണ് പറയണത്. ആദിദേവം നമസ്തുഭ്യം, ആദിദേവനായ അവിടുത്തെ ഞാൻ നമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഈ സൂര്യനെ ദേവനായിട്ട് മാത്രമല്ല ദേവിയായിട്ടും കണ്ടവരുണ്ട്. സൂര്യനെ പല രീതിയിൽ, ചില കൂട്ടർ ശിവനായിട്ട് ആരാധിച്ച് സൂര്യനെ തന്നെയാണ്. ജ്യോതിഷത്തിൽ ശരിക്കും പറഞ്ഞാൽ സൂര്യൻ്റെ അധിദേവത ശിവനാണ്. അതേസമയം നമ്മൾ ദേയസദാ സമുദ്രമണ്ഡല മധ്യവർത്തി എന്നുള്ള ശ്ലോകം നോക്കുകയാണെങ്കിൽ സൂര്യമണ്ഡലത്തിൽ നിൽക്കുന്നത് വിഷ്ണുവാണ്. അവിടെ സൂര്യൻ്റെ ദേവതയായിട്ട് കാണുന്നത് ആ ഒരു വിഭാഗക്കാരെ സംബന്ധിച്ചത് വിഷ്ണുവാണ്. നമ്മൾ സൂര്യനമസ്കാരത്തിന് മുമ്പായിട്ടുള്ള പ്രാർത്ഥനയിൽ ആലപിക്കുന്നതാണല്ലോ ധേയസദാ സവിതൃമണ്ഡല മധ്യവർത്തി നാരായണ സരസിയാസന സന്നിവിഷ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. നാരായണനായ വിഷ്ണുവിനെയാണ് സവിതാവായ സൂര്യൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന ആളായിട്ട് നമ്മൾ കാണുന്നത്. അതെ, അവിടെ സൂര്യൻ ശിവനാണ്, സൂര്യൻ വിഷ്ണുവാണ്, സൂര്യൻ സുബ്രഹ്മണ്യനാകും. ഇതുകൂടാതെ സൂര്യനെ തന്നെ ദേവിയായിട്ട് ആരാധിക്കുന്ന സങ്കല്പമുണ്ട്. അത് പറഞ്ഞാൽ പെട്ടെന്ന് വിശ്വസിക്കില്ലായിരിക്കും. നമ്മൾ ദേവീക്ഷേത്രത്തിൽ പൊങ്കാല ഇടുന്നു. പൊങ്കാല യഥാർത്ഥ സൂര്യാരാധനയ്ക്കുള്ളതാണ്. ഇനി ലോകത്തെവിടെയെങ്കിലും സൂര്യനെ സ്ത്രീയായിട്ട് ആരാധിക്കുന്നുണ്ടോ എന്ന് കാണണമെങ്കിൽ ജപ്പാനിൽ നോക്കുക. ജപ്പാൻ്റെ കൊടിയടയാളം ഒരു ചുവന്ന വൃത്തമാണ്. അത് സൂര്യനാണ്. സൂര്യനെ അവർ ആരാധിക്കുന്നത്. പക്ഷേ ആ സൂര്യൻ പെൺസൂര്യനാണ്. അതിൻ്റെ പേര് അമതേരസു എന്നാണ്. ഇത് ജാപ്പനീസ് ചക്രവർത്തി വംശത്തിൻ്റെ കുലദേവതയാണ്. അമതേരസു എന്ന് പറയുന്ന പെൺസൂര്യനാണ് ജാപ്പനീസ് ചക്രവർത്തി വംശത്തിൻ്റെ കുലദേവത. ആ സൂര്യനാണ് അവരുടെ കൊടിയടയാളാക്കി വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് അപ്പോൾ അതായത് സൂര്യനെ പെണ്ണായിട്ട് ആരാധിക്കുന്ന രീതി പലയിടത്തും സമൂഹത്തിലുണ്ടായിരുന്നു, ഇന്ത്യയിലും ഉണ്ടായിരുന്നു. അപ്പോൾ ദേവീ ആരാധന. പക്ഷേ ഇത് എന്ന് തുടങ്ങി? ഏറ്റവും കുറഞ്ഞ 8000 വർഷം മുമ്പ് തുടങ്ങി. ഇതാണ് ഇതിലെ സുപ്രധാനമായിട്ടുള്ള കാര്യം. 8000 വർഷം മുമ്പ് ദേവിയെ ഇന്ത്യക്കാർ ആരാധിച്ചു. അതിൻ്റെ തെളിവുകൾ സിന്ധു സംസ്കാരത്തിനും പിന്നിലുള്ള, സിന്ധു സംസ്കാരത്തിൻ്റെ പൂർവിക സംസ്കാരമാണ് മെഹർഗഡ് സംസ്കാരം എന്നറിയപ്പെടുന്നത്. അത് ഇന്നത്തെ ബലൂചിസ്ഥാൻ മേഖല, നമ്മുടെ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ മേഖല എന്നാണ് അതിൻ്റെ തെളിവുകൾ കിട്ടിയിരിക്കുന്നത്. അവിടെ ഫിമെയിൽ ഫിഗറൻസ്, സ്ത്രീ പ്രതിമകൾ അവിടെ കിട്ടിയിരിക്കുന്നു. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രാചീനമായിട്ടുള്ള സ്ത്രൈണ ആരാധനയുടെ, അതായത് മാതൃ ആരാധന, അമ്മയുടെ ആരാധന. സ്ത്രീ സൃഷ്ടാവാണ്. ആ സൃഷ്ടാവിനെ ആദ്യമായിട്ട് ആരാധിച്ചു. ചില സമൂഹങ്ങൾ അങ്ങനെയാണ്. ചിലർ പുരുഷാധിപത്യ സമൂഹങ്ങൾ പുരുഷനായിട്ട് ആദ്യം ദൈവത്തെ ആരാധിച്ചപ്പം അന്ന് ലോകത്തെ സത്യം പറഞ്ഞാൽ ആദ്യകാലത്തെ ഭൂരിഭാഗ സമൂഹങ്ങളും സ്ത്രീയായിട്ട് ആരാധിച്ചത്. കാരണം സൃഷ്ടിക്കുന്നവൾ സ്ത്രീയാണ്. ആദ്യകാലത്ത് പുരുഷൻ്റെ പങ്കിനെക്കുറിച്ചൊന്നും പണ്ടത്തെ വേട്ടയാടുന്ന സമൂഹങ്ങൾക്ക് വലിയ കാര്യ നിശ്ചയമൊന്നുമില്ല. അത് സൃഷ്ടി അമ്മ ആണ് എന്നുള്ള വിശ്വാസത്തിൽ. അപ്പോൾ സൃഷ്ടിയുടെ നാഥ അമ്മയാണ്. അതുകൊണ്ടാണ് പരാശക്തി പ്രപഞ്ച സൃഷ്ടിയുടെ എല്ലാം കാരണക്കാരി എന്നുള്ള വിശ്വാസത്തിലേക്ക് പിന്നെ അത് ഉരുത്തിരിഞ്ഞ് വരുവാണ്. നമ്മളങ്ങനെ ഏറ്റെടുക്കുകയാണ്. പുരുഷാധിപത്യം വന്നപ്പം പല സമൂഹങ്ങളും അതിനെ കളഞ്ഞു, വേണ്ടാന്ന് വെച്ചു. പക്ഷേ ഇന്ത്യ കളഞ്ഞില്ല. ഇന്ത്യ അതിൻ്റെ ആദിമ ശരിയിൽ ഉറച്ചു നിന്നു. ആദ്യകാലത്തെ ആരാധന എന്തോ അതെല്ലാം ഇന്ത്യ ഉറച്ചു നിന്നു. ഇന്ത്യയിലെ ആരാധനാ സമ്പ്രദായങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പല ആദിമ സമ്പ്രദായങ്ങളും ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ എങ്ങനെ നമ്മളെ ഒന്ന് ആലോചിച്ച് നോക്കൂ. പണ്ട് മനുഷ്യൻ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചിരുന്ന പല പല കാര്യങ്ങളും എങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? നിയതമായൊരു ഭാഷ വരുന്നതിന് മുമ്പ് അലർച്ചയോ ഒച്ചയെടുക്കലും ബഹളങ്ങളും കൂവലുകളൊക്കെ ആയിരിക്കും. ഇങ്ങനെ ഉണ്ടാവും. ചിലപ്പം പിന്നെ മണിയടിച്ച്, അല്ലെങ്കിൽ കുഴൽ വിളിച്ച്, കൊമ്പ് വിളിച്ച്, ഇങ്ങനെയുള്ളതൊക്കെ. ചിലയിടത്ത് തീ കാണിച്ച്, ചിലയിടത്ത് പുക കാണിച്ച്, ഇങ്ങനെയെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അകലെയുള്ള സമൂഹങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചിലയിടത്ത് വാദ്യങ്ങൾ കൊണ്ട്. ഇന്നും ആദിവാസി സമൂഹങ്ങൾ വാദ്യങ്ങൾ ഉപയോഗിക്കുന്നത് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഓരോരോ ചില ചടങ്ങ് നടക്കുമ്പോഴാണ് അവരുടെ വീട്ടുമുറ്റത്ത് വാദ്യങ്ങൾ. പ്രസവം നടന്ന് ഒരു കുട്ടി ഉണ്ടായി എന്നറിയിക്കുമ്പോൾ ഒരു പ്രത്യേക താളത്തിൽ വാദ്യം കൊട്ടുന്നു. മരണമാണുണ്ടായെങ്കിൽ വേറൊന്ന്, കല്യാണത്തിനാണ് മറ്റൊന്ന്. ദൂരെ നിന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാവും അവിടെ ഇന്ന ചടങ്ങാണ് നടക്കുന്നത്. അതായത് കമ്മ്യൂണിക്കേഷൻ്റെ ഉപാധിയായിട്ട് അവിടെ വാദ്യം മാറുകയാണ്. ഇതെല്ലാം ഒരുമിപ്പിച്ച് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ പൂജാതി കർമ്മങ്ങൾ എന്ന് പറയുന്നത്. അതായത് ആദ്യകാലത്തുണ്ടായിരുന്ന എല്ലാ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സും അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ബീജാക്ഷരങ്ങൾ, ഓം ഹ്രാം ഖ്രീം തുടങ്ങിയിട്ടുള്ള പദങ്ങൾ, അതൊക്കെ കൃത്യമായ ഭാഷ വരുന്നതിന് മുമ്പുള്ളതാണ്. അതിനുശേഷം അതിനെ ഫോളോ ചെയ്തിരുന്ന മന്ത്രത്തിന് കൃത്യമായ ഗ്രാമർ ഉണ്ടാകും. അതായത് ഗ്രാമർ ഇല്ലാത്ത ഒന്നിൽ നിന്ന് ഗ്രാമറുള്ള ഒന്നിലേക്ക് നമ്മൾ പരിവർത്തനം ചെയ്ത് പോരും. ഇങ്ങനെ ഒന്നാണ് മന്ത്രത്തെ എങ്ങനെ സമന്വയിപ്പിച്ചിരിക്കുന്നത്. അതിനകത്ത് ദീപമുണ്ട്, ധൂപമുണ്ട്, അല്ലേ? ആ ധൂപം കാണിക്കുന്നു, നമ്മൾ പുക കാണിക്കുന്നുണ്ട്, അഗ്നി കാണിക്കുന്നുണ്ട്. ഇതെല്ലാം കമ്മ്യൂണിക്കേഷനാണ്. അതിൻ്റെ കൂട്ടത്തിൽ മന്ത്രോച്ചാരണങ്ങൾ, മണിയടിക്കുന്നുണ്ട്, ശംഖ് വിളിക്കുന്നുണ്ട്, കൊമ്പും കൊള്ളും, ഇതെല്ലാം. അതായത് അവിടെ ഉപചാരങ്ങൾ വർദ്ധിക്കും തോറും ഇതെല്ലാം കൂടിക്കൂടി വരും. അപ്പോൾ സമ്പൂർണ്ണമായൊരു പൂജ നടക്കുമ്പോഴത്തേക്കും മനുഷ്യൻ ആദ്യകാലത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മനുഷ്യത്തിൻ്റെ സംസ്കാരം ഉണ്ടായതിൻ്റെ ആദ്യകാലത്ത് കമ്മ്യൂണിക്കേറ്റ് ഉപയോഗിച്ചിരുന്ന മെത്തേഡുകൾ തൊട്ടിട്ട് ഇന്ന് ഉപയോഗിക്കുന്നത് വരെ നഷ്ടപ്പെടുത്താതെ പൂജകളിൽ ഉൾപ്പെടുത്തിയിരിക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സിൻ്റെ പ്രിസർവേഷനാണ് ഒരു പൂജാതി കർമ്മം എന്ന് പറയുന്നത്.
ഇത് എത്ര പേര് നിരീക്ഷണമെന്ന് എനിക്കറിയാൻ പറ്റില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ്. അല്ലെങ്കിൽ ഇതെന്തിനാണ് അവിടെ നിൽക്കുന്നത്? മനുഷ്യൻ ഓരോ രീതിക്ക് പല രീതികളിലാണ് മനുഷ്യൻ ഈശ്വരനെ ആരാധിച്ചിരുന്നത്. ഏറ്റവും കഴിഞ്ഞ് ഈ പൂജയെ തന്നെ നോക്കുമ്പം പൂജാരി ഇങ്ങനെ മൂക്കൊക്കെ അടച്ചു പിടിക്കുകയാണ്. കാരണം അത് പ്രാണായാമമാണ്. അതെ, അതും ഇതിൻ്റെ ഒരു ഭാഗമാണ്. അൾട്ടിമേറ്റ്ലി അതിലേക്ക് എത്തുന്നത് ആദ്യം ഓരോരോ ഘടകങ്ങളിൽ നിന്ന് കടന്ന് യോഗവിദ്യയിലേക്ക് എത്തി യോഗ പരിപൂർണതയിലേക്ക് വരുന്നു. എല്ലാത്തിനെയും സമന്വയിപ്പിച്ചാണ് ഒരു പൂജയുടെ ഒരു വിധാനം നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഇതെന്ന് ചോദിച്ചാൽ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ആദ്യം ഉപയോഗിച്ചുകൊണ്ട് അവസാനമുള്ളത് വരെ കളയാണ്ട് ഒരുമിച്ച് കരുതി. ഒന്ന് കളഞ്ഞേ അതിലും മെച്ചപ്പെട്ട ഇതാണ്, അങ്ങനെ എടുക്കുമല്ലേ ഇത്, ഒന്ന് കൂട്ടിച്ചേർക്കപ്പെടുക ഇത്. അങ്ങനെ വരുമ്പോൾ ആദ്യകാലത്തുണ്ടായിരുന്ന ആരാധന സ്ത്രീ ആരാധനയാണ്. പിന്നെ അതിനോട് പല പല ആരാധനകൾ കൂടിച്ചേർന്ന് വരുവേ. ഇന്ത്യ തന്നെ പല സമൂഹങ്ങളായിരുന്നു. ഈ വിശാലമായ രാജ്യം അങ്ങ് കാശ്മീർ തൊട്ട് കന്യാകുമാരി ഇവിടെ കിടക്കുകയാണ്. വേറെടുത്ത് അന്ന് ഗുജറാത്തല്ല, ഇന്നാണ് ഗുജറാത്ത്, അന്ന് ഇറാൻ്റെ ഒരു സൈഡ് തൊട്ടിട്ട് ഇങ്ങ് മണിപ്പൂരോ നാഗാലാൻഡോ ഉള്ള ഭാഗം വരെ നീണ്ടു കിടക്കുക. ഇതിനകത്ത് എത്രയോ സമൂഹങ്ങളുണ്ടായിരുന്നു. പലതും നമ്മളിന്ന് ആദിവാസി സമൂഹം എന്ന് വിളിക്കുന്നു. പക്ഷേ നേതമായ സംസ്കാരമുള്ള, നേതമായ സാമൂഹിക ബോധമുള്ള, കാർഷിക രീതികളുള്ള, പല പല കാലാവസ്ഥയ്ക്കനുസരിച്ച് ആഹാര സംവിധാനങ്ങൾ ഉണ്ടാക്കിയിരുന്ന സമൂഹങ്ങളാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ദൈവസങ്കല്പങ്ങളുണ്ടായിരുന്നു. പിൽക്കാലത്ത് ഇതൊന്ന് ഏകീകരിക്കപ്പെട്ടു. ഇന്ന് നമ്മൾ കാണുന്ന ഹിന്ദുമതം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഏകീകൃത രൂപമാണ്. അതിനെയാണ് ശങ്കരാചാര്യർ ഷൺമതങ്ങളായിട്ട് തിരിച്ചു എന്ന് നമ്മൾ പറയുന്നത്. യഥാർത്ഥത്തിൽ ശങ്കരൻ ഷൺമതങ്ങളായിട്ട് തിരിക്കുമല്ല ഇതൊക്കെ, ഇതെല്ലാം ഒരുമിച്ച് വരിക ചെയ്തേക്കുന്നത്. ഈ ഷൺമതങ്ങൾ എന്ന് പറയുന്നത് പോലും നമ്മൾ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യപ്പെട്ട ആറെണ്ണമാണ്. അതായത് ശൈവം, വൈഷ്ണവം, ശാക്തേയം, സൗരം, സ്കാന്തം, ഗാണപത്യം എന്നിങ്ങനെ. ഇത് നാഗാരാധന എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നാഗികം എന്ന് പറഞ്ഞ് മറ്റൊന്ന് എടുക്കേണ്ടി വരും. അതെ, ഏഴാമതാവത്. അതെ, എന്നാൽ അത് ഇതിൻ്റെ എല്ലാം അടിത്തറയാണ് തന്നെ. എന്നാൽ പരാശക്തി ആരാധന എന്നാണ് എല്ലാം തുടങ്ങുന്നത്. നമ്മൾ പലയിടത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നാഗത്തറകൾ നോക്കുകയാണെങ്കിൽ നാഗേഷി അല്ലെങ്കിൽ നാഗകാളി, മറ്റു നാഗങ്ങൾ. അപ്പോൾ അമ്മ ആരാധനയും നാഗാരാധനയും അവിടെ ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഇത് ഒരുമിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ തുടങ്ങിയ ഒരു സംസ്കാരം ഇത് എവിടെ നിന്ന് തുടങ്ങി? ഇത് മെഹർഗഡിൽ നിന്ന് തുടങ്ങി. ഈ മെഹർഗഡിൽ സ്ത്രീ പ്രതിമകളുണ്ട്, ഫിമെയിൽ ഫിഗറിൻസ്. അതിൻ്റെ രൂപങ്ങളിൽ നിന്നും അത് കിട്ടിയ പ്രദേശങ്ങളിൽ നിന്നും ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്നവർ മനസ്സിലാക്കുന്നത് ആരാധനാ സമ്പ്രദായത്തിൻ്റെ തന്നെ ആയിരുന്നിരിക്കണം എന്നാണ്. പിൽക്കാലത്ത് മെഹർഗഡ് സംസ്കാരം കഴിഞ്ഞൊരു 3000 വർഷം ആകുമ്പോഴത്തേക്കും, അതായത് 8000 വർഷം കഴിഞ്ഞ 5000 വർഷം മുമ്പ്, അപ്പോൾ സിന്ധു നദിയുടെ സംസ്കാരം വരികയാണ്. കാരണം നദികളുടെ മാറിയൊഴുക്ക കാരണം ഒരു പ്രദേശം ആൾക്കാർ വേറെടുത്തേക്ക് മാറും. പിന്നെ അവർ വർഷങ്ങളായിട്ട് നിരീക്ഷിച്ചും പഠിച്ചുണ്ടാക്കിയ പലതും ടെക്നോളജി ഉൾപ്പെടുത്തും. അപ്പം മെഹർഗഡിൽ ചെളിയുടെ വീടുകളുണ്ടായിരുന്നു. ചെളി കൊണ്ട് വീടുണ്ടാക്കും. വയലുകളുണ്ട്. അവിടെ കൃഷി ചെയ്യുന്നത് എന്താണ്? യവമാണ്, ബാർലി കൃഷി ചെയ്യുന്നു. ചെമ്പെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് കൂടത്ത്. ഇതുകൊണ്ട് സിന്ധുവിയുടെ സംസ്കാരം വരുമ്പോഴത്തേക്കും ഈ ചെളി വീടെന്നുള്ളത് മാറി ഇഷ്ടികയാവും. ചുടുകട്ടകൾ കൊണ്ട് വീടുണ്ടാക്കുന്നു. മെഹർഗഡിൽ ഒറ്റ നില വീടാണെങ്കിൽ ഇവിടെ 2-3 നിലയുള്ള വീടുകൾ വരെ വന്നു. കൃത്യമായ ഡ്രെയിനേജ് സംവിധാനങ്ങൾ ഉണ്ടാക്കി. ജനങ്ങൾ ട്രേഡ് തുടങ്ങി. നിരവധി മുദ്രകൾ അക്കാലത്ത് രൂപീകരിക്കപ്പെട്ടു. ആശയവിനിമയത്തായിട്ട് നമുക്കിന്ന് വായിച്ചെടുക്കാൻ വയ്യാത്ത അക്ഷരങ്ങൾ വരെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ ഒരു പരിണാമം അവിടെ ഉണ്ടായി. അന്നേരവും നമ്മൾ മെഹർഗഡിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രാചീന രൂപം, ഇതിൻ്റെ ആദിമം അവിടെ കാണാം. നമ്മൾ വാസ്തുവിദ്യ, തച്ചുശാസ്ത്രം എന്നുള്ളതിൽ മെഷർമെൻറ്റിന് വേണ്ടി എടുക്കുന്നത് മുഴക്കോൽ എന്നൊരു സാധനമാണ്. ഈ മുഴക്കോലിൻ്റെ ഒരു ആവറേജ് നീളം സ്കെയിൽ 72 സെൻറ്റിമീറ്ററാണ്. അതായത് 24 അങ്കുലം എന്നാണ് അതിൻ്റെ കണക്ക്. സെൻറ്റിമീറ്റർ പുതിയ കാലത്ത് പറയുന്നതാണല്ലോ. 24 അങ്കുലം. ഈ അങ്കുലം കണക്ക് കൂട്ടുന്നത് എങ്ങനെ? 24 അങ്കുലം ചേരുമ്പോൾ ഒരു മുഴക്കോൽ. ഒരങ്കുലം എന്ന് വെച്ചാൽ 8 യവമാണ്. 8 ബാർലി മണി ചേർത്തുള്ളതാണ്. ഈ ആദ്യകാലത്ത് നമ്മുടെ മെഹർഗഡ് മനുഷ്യൻ കൃഷി ചെയ്ത് ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ബാർലി മണിയാണ് അവൻ ഇതിൻ്റെ യൂണിറ്റിലാക്കി വെച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ ഓൾഡസ്റ്റ് സ്കെയിലിൻ്റെ യൂണിറ്റ് പോലും ആ 8000 വർഷം ഉപയോഗിച്ചിരുന്ന ധാന്യമാണ്. ഇങ്ങനെ ഇതിനെ നമുക്ക് ഭാരതത്തിൻ്റെ അതിപ്രാചീനതയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ആ അതിപ്രാചീനതയിൽ നിന്നാണ് നമ്മുടെ ഇന്ന് കാണുന്ന നമ്മുടെ സംസ്കാരത്തിൻ്റെ എല്ലാ ബേസും ഉണ്ടായിരിക്കുന്നത്. ആദ്യകാലത്ത് അമ്മയെ ആരാധിച്ചു. ഏറ്റവും ഉദാത്തമായ ഒന്നല്ലേ നമ്മുടെ സ്വന്തം അമ്മ ആരാധിക്കപ്പെടുന്നു. അമ്മ ദേവിയായിട്ട് ആരാധിക്കപ്പെടുന്നു. ദേവിയെ അമ്മയായിട്ട് ആരാധിക്കുന്നു. പിന്നീട് മറ്റെല്ലാ ആരാധന ഉണ്ടാകുന്നു. അമ്മയോടൊപ്പം കുറച്ച് കഴിയുമ്പോൾ അമ്മയുടെ സഹോദരൻ ആരാധിക്കപ്പെടുന്നുണ്ട്. അത് ഇന്നും നമ്മുടെ കേരളത്തിൽ കാണാം. അതെ, കാളിയും വീരഭദ്രൻ കാളിയുടെ സഹോദരനാണ്. കാളി അമ്മയാണ്, വീരഭദ്രൻ സഹോദരനാണ്. ശാസ്താവിനെയും കാണുന്നുണ്ട് അങ്ങനെ. ഉണ്ട്, അങ്ങനെ കാണുന്നുണ്ട് അവിടെ. അപ്പോൾ ഈ ശരിക്കും സഹോദരന്മാരായിട്ടുള്ള കാരണവന്മാർ, അമ്മാവനും എന്നുള്ള സമ്പ്രദായത്തിന് പോലും അത്രയും പഴക്കമുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രബലമാണ് വീരഭദ്രൻ്റെ ഒക്കെ ആരാധന, ഖണ്ഡാകർണൻ്റെ ഒക്കെ ആരാധനകൾ എന്ന് പറഞ്ഞാൽ എല്ലാ സഹോദര സ്ഥാനത്ത് നിൽക്കുന്ന ദേവതകളാണ്. അവിടെ ഭർത്താവ് എന്നുള്ള രീതിയിലല്ല വന്നേക്കുന്നത്, സഹോദര സ്ഥാനമാണ്. അപ്പം ഈ ഇവിടെ ഉണ്ടായിരുന്ന മരുമക്കത്തായ സംസ്കാരത്തിൻ്റെ പോലും തുടക്കം അന്നത്തെ പഴയൊരു കാലത്തുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനത്തെ ആരാധനാ സമ്പ്രദായങ്ങൾക്ക് ഇത്രയും പഴക്കമുണ്ട്. അങ്ങനെ പഴയ ഒന്നാണ് നമ്മളിന്ന് കാണുന്ന ഹിന്ദുമതം. അപ്പോൾ ഹിന്ദുമതം എന്ന് തുടങ്ങിയെന്ന് ചോദിച്ചാൽ, എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും
ഏറ്റവും കുറഞ്ഞ 8000 വർഷം മുമ്പ് തുടങ്ങി. അതിനും പുറകോട്ട് റെക്കോർഡ് നമുക്ക് കിട്ടാൻ ഇപ്പോൾ കാണുന്നില്ലാത്തതുകൊണ്ടാണ്. പിന്നെ അന്നത്തെ മനുഷ്യൻ അവൻ്റെ സംസ്കാരം രൂപപ്പെടുത്തത് കറക്റ്റ് 8000 വർഷം മുമ്പത്തെ ഒരു ജനുവരി 1-നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് അതിനും പിന്നിലാണ്. ഏതോ ഒരു 3000-4000 വർഷം പിന്നിലായിരിക്കും. അത് നമ്മൾ അന്വേഷിച്ച് പോകുകയോ നാളെ ഒരു കാലത്ത് നമ്മുടെ ഗവേഷണങ്ങളിൽ നിന്ന് അതിനുള്ള റിസൾട്ട് കിട്ടുകയോ ചെയ്യുമ്പോഴേ നമുക്ക് പിടികിട്ടുള്ളൂ. പക്ഷേ 8000 വർഷം മുമ്പ് വരെ അതുണ്ടായിരുന്നതിന് യാതൊരു സംശയമില്ല. അത്രയ്ക്കും പഴയതാണ് ഈ സംസ്കാരം. അതുകൊണ്ട് ഇടക്കാലത്ത് ആരെങ്കിലും വന്ന് എന്തെങ്കിലും ഇങ്ങനെ സൃഷ്ടിച്ചു എന്ന് ഏത് മതമേധാവി പറഞ്ഞാലും എത്ര ബഹുമാനൻ്റെ വ്യക്തി പറഞ്ഞാലും അതിനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്.